അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ 3-4 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. മരണവും ജീവിതവുമാകുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉണർത്തിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ മനുഷ്യർ ദർശിക്കുന്ന ഏറ്റവും വലിയ ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. മൂന്നാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഅൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ആയത്തിന്റെ അർത്ഥം, 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ. പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ, വല്ല വിടവും നീ അതിൽ കാണുന്നുണ്ടോ? അഥവാ കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചില വിശേഷണങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. ഒന്നാമത്തെ വചനത്തിൽ അല്ലാഹു അവന്റെ ആധിപത്യത്തെ സംബന്ധിച്ചും ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആധിപത്യം പൂർണ്ണമായുള്ളവനാണെന്നും അനുഗ്രഹപൂർണനാണെന്നുമൊക്കെ പരാമർശിക്കുകയുണ്ടായി. എന്നതിന് ശേഷം രണ്ടാമത്തെ വചനത്തിൽ അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണെന്നും അപ്രകാരം ജീവിതവും മരണവുമാകുന്ന ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്താണെന്നുമൊക്കെ പരാമർശിക്കുകയുണ്ടായി. ശേഷം ഈ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് ദർശനമായിട്ടുള്ള ഏറ്റവും വലിയ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള അവകളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് അല്ലാഹു പരാമർശിക്കുന്നത്. അല്ലദീ എങ്ങനെയുള്ളവനാണ്? ഖലഖ സബ്അ സമാവാതിൻ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. എങ്ങനെ സൃഷ്ടിച്ചവനാണ്? തിബാഖ, അത് അടുക്കടുക്കായി കൊണ്ട് സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടിപ്പിൽ ഒരിക്കലും തന്നെ മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ, പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണുവാൻ സാധിക്കുകയില്ല. മിൻ തഫാവുത്, ഒരു പോരായ്മയും അല്ലെങ്കിൽ ഒരു ഏറ്റക്കുറവും അതിൽ നിനക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. ഫർജിഅൽ ബസറ, കാഴ്ചയെ നീ ഒന്നുകൂടി തിരിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിന്റെ ദൃഷ്ടിയെ നീ ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ. ഹൽ തറാ മിൻ ഫുതൂർ, ആ സൃഷ്ടിപ്പിലേക്ക് നോക്കിയിട്ട് അതിലെന്തെങ്കിലും വിടവുകൾ നീ കാണുന്നുണ്ടോ എന്ന് നോക്കൂ. അഥവാ ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പ് അത് എന്നും മനുഷ്യർക്കൊരു അത്ഭുതം തന്നെയാണ്. ശാസ്ത്രവും സാങ്കേതികവും എല്ലാം എത്ര കണ്ട് വളർച്ച പ്രാപിച്ചാലും വളരെ അത്യാധുനികമായ സംവിധാനങ്ങളിലൂടെ വിജ്ഞാനങ്ങളുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയാലും ആ സൃഷ്ടിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാനും ആകാശമാകുന്ന മഹാലോകത്തെക്കുറിച്ച് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും മനുഷ്യർക്കൊരു പരിധിവരെ മാത്രമേ സാധിക്കുന്നുള്ളൂ. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നൽകപ്പെട്ട വിജ്ഞാനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 85-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞ പോലെ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വിജ്ഞാനത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. അതിനാൽ തന്നെ ആ പരിധിയും പരിമിതികളുമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം മനുഷ്യർ മുന്നോട്ട് ഗമിക്കേണ്ടത്. മാത്രമല്ല, അതിന്റെ എല്ലാം അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ സൃഷ്ടാവ് നമുക്കറിയിച്ചു തരുന്ന കാര്യങ്ങൾ അത് മുഖവിലക്കെടുക്കാതെ ജീവിക്കാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. സകല വിജ്ഞാനങ്ങളുടെയും രക്ഷിതാവായ പരിപൂർണ അറിവിന്റെ ഉടമസ്ഥനായ ലോകരക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയിച്ചു തരുന്ന അറിവുകൾ അത് സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നാം ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഈ വചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾക്ക് വേണ്ടത്ര വളർച്ചയില്ലാത്ത 6-ാം നൂറ്റാണ്ടിൽ ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആകാശങ്ങൾ 7 അവകൾ അത് അടുക്കടുക്കായാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും പറയുമ്പോൾ അതൊരു മഹാസംഭവം തന്നെയാണ്, അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇവകളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. ഇവിടെ അല്ലാഹു പറയുന്നത് അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ എന്നാണ്. 7 ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചവനാണ്. അതേപോലെ തന്നെ അതിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് തിബാഖ, അത് അടുക്കടുക്കായിക്കൊണ്ടാണ് ഉള്ളത് എന്നുമാണ്. കുല്ലു വാഹിദത്തിൻ ഫൗഖൽ ഉഖറ, ഓരോ ആകാശവും ഒന്നിന് മീതെ ഒന്നായിക്കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. മറിച്ച് വലൈസ തബഖതൻ വാഹിദ, അത്
ഒരൊറ്റ കെട്ടായിക്കൊണ്ടല്ല അള്ളാഹു അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല അതതിന്റെ പൂർണ്ണ സൗന്ദര്യത്തോടു കൂടി തന്നെയാണ്. ഫി ഗായത്തിൽ ഹുസ്നി വൽ ഇത്ഖാൻ, പരിപൂർണമായ സൗന്ദര്യത്തോടു കൂടി അതിന്റെ എല്ലാവിധ പൂർണ്ണതകളോടും കൂടിയാണ് അള്ളാഹു അവ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെയുള്ള ആ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു വൈകല്യവും തന്നെ ഇല്ല. അത് എത്രയൊക്കെ സൂക്ഷ്മമായി നോക്കിയാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിരീക്ഷിച്ചാലും ശരി, അതിൽ ഒരു വൈകല്യവും മനുഷ്യർക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ യാതൊരു വൈകല്യവും ഒരു പോരായ്മയും ഒരു ഏറ്റക്കുറവും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതിനാൽ തന്നെ എത്ര ജന്മങ്ങൾ അതിനു വേണ്ടി മാറിയിരുന്നാലും, സകല സംവിധാനങ്ങളും കഴിവുകളും ചിന്തകളും അതിനു വേണ്ടി മാറ്റിവെച്ചാലും ശരി, ഒരംശം പോലും പോരായ്മയായി കണ്ടെത്തുവാനോ വൈകല്യമായി പരാമർശിക്കുവാനോ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല എന്നാണ്. അപ്രകാരം ഏതൊരു മാർഗേണ നോക്കുകയാണെങ്കിലും, ഏത് വിധം നോക്കുകയാണെങ്കിലും, നിരീക്ഷിക്കുകയാണെങ്കിലും അതിലൊരു പോരായ്മയും തന്നെ ഇല്ല എന്ന കാരണത്താൽ അതതിന്റെ പൂർണ്ണമായ സൗന്ദര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നതാണ്. മുത്തനാസിവത്തുൻ മിൻ കുല്ലി വജ്ഹിൻ, ഏത് രൂപേണ നോക്കുകയാണെങ്കിലും അതതിന്റെ പൂർണ്ണതയിൽ തന്നെയാണുള്ളത്. ഫി ലൗനിഹ വഹൈഅതിഹ വർതിഫാഇഹ, അതിന്റെ ഉയർച്ച നോക്കുകയാണെങ്കിലും രൂപമാണെങ്കിലും അതിന്റെ വർണ്ണം നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അതിനനുയോജ്യമായ രീതിയിൽ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. വമാ ഫിഹ മിനശ്ശംസി വൽ ഖമർ വൽ കവാകിബിൻ നയ്യറാത്ത്, അത് ആകാശങ്ങളിലുള്ള അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളാകട്ടെ, അതേപോലെ തന്നെ മറ്റു ഗോളങ്ങളാകട്ടെ, എല്ലാം തന്നെ അത് പൂർണ്ണതയിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അപ്രകാരം റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു പോരായ്മ പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം അതത്രയും പരിപൂർണം തന്നെയാണ്. ഇത്രയും വിശാലമായി കിടക്കുന്ന ആകാശത്തിൽ ഒരു വിടവോ ഒരു വിള്ളലോ പോലും കണ്ടെത്തുവാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പ് എത്രത്തോളം വിശാലമാണ് എന്നും അതെത്രത്തോളം പൂർണ്ണമാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് എന്ന് പറയുമ്പോൾ, അതിലൊരു പോരായ്മ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ബൽ ഹുവ മുസ്തഹിബുൻ മുസ്തബിൻ, അത് അത്രയും ചൊവ്വായ രീതിയിൽ വിശാലമായ രീതിയിൽ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ലൈസ ഫീഹി ഇഖ്തിലാഫുൻ വലാ തനാഫുറുൻ വലാ മുഖാലഫത്തുൻ, എന്തെങ്കിലും ചെറിയ വൈകല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സാരമായുള്ള അബദ്ധമോ അതിൽ ആ സൃഷ്ടിപ്പിൽ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. വലാ നഖ്സുൻ വലാ ഐബുൻ വലാ ഖലലുൻ, ഒരു വിടവോ അല്ലെങ്കിൽ ഒരു ന്യൂനതയോ അല്ലെങ്കിൽ ഒരു കുറവോ ഒന്നും തന്നെ അതിൽ ഉണ്ടായിരിക്കുകയില്ല. എത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും ഇപ്രകാരം ഒരു പോരായ്മയും അതിൽ കാണുവാൻ സാധിക്കുകയില്ല. അതാണ് അള്ളാഹു പറഞ്ഞത് ഫർജഅൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ എന്ന്. നിങ്ങൾ വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കിക്കൊള്ളുക, എന്തെങ്കിലും വിടവുകൾ അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുവീൻ എന്നാണ്. ഉൻദുർ ഇല സമാഇ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ. ഫതഅമ്മൽഹ, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കൂ, പഠിക്കൂ, പഠനങ്ങൾ നടത്തൂ. ഹൽ തറാ ഫിഹ ഐബൻ ഔ നഖ്സൻ ഔ ഖലലൻ, എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിള്ളലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധമോ അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. ഔ ഫുതൂറൻ, എന്തെങ്കിലും വിടവുകളോ എന്തെങ്കിലും അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുവീൻ എന്നാണ്. ഇത്രയും ആശയത്തോടു കൂടി ഇത്രയും വിശാലമായി കൊണ്ട് നിങ്ങൾ കണ്ടെത്തുവീൻ എന്നൊരു വെല്ലുവിളിയുടെ സ്വരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു മനുഷ്യരും ഇന്നേ വരെ തല ഉയർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയൊട്ട് അതിന് ഒരാൾക്കും തന്നെ സാധിക്കുകയും ഇല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പരാമർശിച്ച ശേഷം വീണ്ടും മനുഷ്യർ അവരുടെ കാഴ്ചകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് മടക്കിക്കൊള്ളട്ടെ എന്ന ആഹ്വാനം വീണ്ടും അടുത്ത വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. നാലാമത്തെ വചനം സുമ്മർജഅൽ ബസറ കറതൈനി യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. പിന്നീട് 2 തവണ നീ കണ്ണിനെ അല്ലെങ്കിൽ കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരൂ, നിന്റെ അടുത്തേക്ക് ആ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശമായി കൊണ്ടും
അത് മടങ്ങി വരുന്നതായിരിക്കും എന്നാണ്. അപ്പോൾ റബ്ബിന്റെ സൃഷ്ടിപ്പിലുള്ള വൈകല്യങ്ങൾ കണ്ടെത്തുവാൻ അതിന്റെ നിരീക്ഷണത്തിന് വേണ്ടി നീ തയ്യാറെടുക്കുമ്പോൾ നിന്റെ ദൃഷ്ടിയെ വീണ്ടും വീണ്ടും അതിന്റെ ആഴങ്ങളിലേക്ക് നീ പരത്തുകയാണെങ്കിലും നീ വ്യാപിപ്പിക്കുകയാണെങ്കിലും എന്നാലും ശരി പിന്നീട് ആ ദൃഷ്ടികൾ പരാജയപ്പെട്ടവരായിക്കൊണ്ട് അത് നിന്നിലേക്ക് തന്നെ മടങ്ങി വരും എന്നാണ്. സുമ്മ പിന്നെ ഇർജിഅൽ ബസറ ദൃഷ്ടിയെ നീ മടക്കൂ, കറത്തൈനി 2 തവണ നീ മടക്കൂ, യൻഖലിബ് ഇലൈക്കൽ ബസറു ആ ദൃഷ്ടി അത് നിന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നതായിരിക്കും. ഖാസിഅൻ പരാജയപ്പെട്ട രീതിയിൽ അത് നിന്നിലേക്ക് മടങ്ങി വരും. വഹുവ ഹസീറുൻ മാത്രമല്ല അത് പരവശമായി കൊണ്ടും നിന്നിലേക്ക് തന്നെ മടങ്ങി വരും എന്നാണ്. അപ്പോൾ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ പോരായ്മകളെ കണ്ടെത്താൻ വേണ്ടി എത്രയൊക്കെ നീ പരിശ്രമിച്ചാലും അതിന്റെ പര്യവസാനം അത് പരാജയം തന്നെയായിരിക്കുമെന്നാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞത് സുമ്മർജഅൽ ബസറ കറതൈൻ നിന്റെ ദൃഷ്ടിയെ അത് നീ 2 തവണ മടക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഉൻദുർ നദറൻ ബഅദ നദറിൻ ലിത്തസബ്ബുത് വതഹഖുഖ് അഥവാ സ്ഥിരപ്പെടുത്തുവാനും വീണ്ടും വീണ്ടും ആശയങ്ങൾ മനസ്സിലാക്കുവാനും പഠനവിധേയമാക്കിക്കൊണ്ടും നിന്റെ ദൃഷ്ടിയെ നീ മടക്ക്. അത് ഒന്നിനു ശേഷം ഒന്നായിക്കൊണ്ട് വീണ്ടും വീണ്ടും നീ നിരീക്ഷിക്കുകയും അങ്ങനെയൊക്കെ നിരീക്ഷിച്ചാലും ശരി അതിന്റെ റിസൾട്ട് അള്ളാഹു പറഞ്ഞ പ്രകാരം അത് പരാജയം തന്നെയായിരിക്കും എന്നാണ്. ഇമാം സമഖ്ശരി റഹ്മഹുല്ലാഹ് പറയുന്നു മഅന തസ്നിയതു ഫീ കറതൈൻ ഇവിടെ നീ 2 തവണ മടക്കി എന്ന് പറഞ്ഞല്ലോ, അത് കേവലം 2ൽ ഒതുക്കാനല്ല. അതെ അത്തക്സീർ ലാ മറതൈനി ഖാസ 2 പ്രാവശ്യം പറഞ്ഞു എന്ന് ഒതുക്കി നിർത്താനല്ല, മറിച്ച് നിനക്ക് കഴിയുന്നത്രയും ധാരാളമായി കൊണ്ട് നീ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നീ നോക്കിക്കൊള്ളുക. എത്രയൊക്കെ നോക്കിയാലും അതിൽ പോരായ്മകൾ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്നാണ്. യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ അത് പരവശമായി കൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് നിന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നതായിരിക്കുമെന്നാണ്. അൽ ഖാസി എന്ന് പറഞ്ഞാൽ ഹുവൽ മുബ്ഇദു അനി ശൈഇ അല്ലദി തലബഹു അഥവാ ഒരു കാര്യം തേടി കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങിയിട്ട് അത് കിട്ടാതെ മടങ്ങി വരുന്ന ആ ഒരു രൂപത്തെയാണ് ആ ഒരു വിശേഷണമായി കൊണ്ടാണ് ഖാസി എന്ന് പരാമർശിക്കാറുള്ളത്. പരാജയപ്പെട്ടുകൊണ്ട് തിരിച്ചു വരിക എന്നാണ്. അൽ ഹസീർ എന്ന് പറഞ്ഞാൽ ഹുവൽ കലീലില്ലദി അദ്റകഹു തഅബ് ക്ഷീണവും പരവശവുമെല്ലാം ബാധിക്കുന്നവനായി കൊണ്ട് തിരിച്ചു വരിക എന്ന വിശേഷണമാണ് അൽ ഹസീർ എന്നതിനുള്ളത്. അഥവാ ഒരു കാര്യം തേടി കണ്ടെത്താൻ വേണ്ടി പോയിട്ട് അത് കിട്ടാതെ പരാജയപ്പെട്ട് അത് തേടിപ്പിടിക്കാൻ കഴിയാതെ ക്ഷീണിതനായി തിരിച്ചു വരിക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും പൂർണ്ണമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ സൃഷ്ടിപ്പും അള്ളാഹു പൂർണ്ണമാക്കിയിട്ടുള്ളത്, അത് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ്. ഇത്രയും പൂർണ്ണതയുള്ള റബ്ബിന്റെ സൃഷ്ടിപ്പിൽ വൈകല്യം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്ന എത്ര വലിയ ശക്തികളാണെങ്കിലും അത് പരാജയം അംഗീകരിച്ച് തങ്ങളുടെ കാഴ്ചകൾ അവരിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നതായിരിക്കുമെന്നാണ് ഈ വചനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. ഒരുപക്ഷെ റബ്ബിന്റെ സൃഷ്ടിപ്പുകൾ നിരീക്ഷിക്കുവാനായി തങ്ങളുടെ കാഴ്ചയെയും കഴിവിനെയും തിരിച്ചുവിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും അവന്റെ കഴിവും ശക്തിയും തിരിച്ചറിയുന്നതിലൂടെയും അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കുവാൻ അതൊരു പക്ഷേ കാരണമായേക്കാമെന്നാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രക്ഷിതാവിന്റെ കഴിവും ശക്തിയും മനസ്സിലാക്കുമ്പോഴും അവന്റെ സൃഷ്ടി വൈഭവങ്ങളെ നിരീക്ഷിക്കുമ്പോഴും നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കുവാനും നമ്മുടെ വിശ്വാസം അചഞ്ചലമാക്കുവാനും ഇത് കാരണമാകേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വചനങ്ങൾ നാം പഠനവിധേയമാക്കുമ്പോൾ അത് ആധുനികപരമായുള്ള വിഷയങ്ങളിലേക്ക് അതിനെ ബന്ധിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈമാനിനെ വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രീതിയിലായിരിക്കണം ഈ വചനങ്ങൾ നാം പഠിക്കേണ്ടത്, അതിനെ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതലായി അടുക്കുവാനുള്ള മാർഗമായി കൊണ്ട് ഇതിനെ നാം കാണുകയും ചെയ്യേണ്ടതുണ്ട്. വിശ്വാസം വർദ്ധിക്കുവാൻ, നമ്മുടെ മനസ്സിലുള്ള ഈമാൻ വർദ്ധിക്കുവാൻ പ്രധാനമായ 2 കാര്യങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം ദീന് പഠിക്കുക, ദീനി വിജ്ഞാനങ്ങൾ നുകരുക എന്നതാണ് എങ്കിൽ, രണ്ടാമത്തെ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കി അതിൽ ഉറ്റാലോചിക്കുകയും റബ്ബിനെ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വചനങ്ങൾ അത് ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അത് ആഴത്തിൽ പഠിക്കുവാനും അത് എത്രത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനുമൊക്കെയാണ് നാം ഈ വചനങ്ങൾ പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കൃത്യമായ രീതിയിൽ ആശയങ്ങൾ മനസ്സിലാക്കുന്ന
യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസം അടിയുറപ്പിച്ച് ജീവിതം നയിക്കുന്ന ശരിയായ വിജയികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.